ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഫയൽസ് ഒക്കെ പ്രോപ്പറായി ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു വെബ് ഡിസൈൻ പ്രൊജക്റ്റ് ഫയൽ ഓർഗനൈസ് ചെയ്യാം എന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ പേജ് ഭംഗിയാക്കി. അതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ മറ്റൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്ത് സെക്കൻഡ് പേജ് എന്ന് വിളിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി ചെയ്യുമ്പോൾ പല പല പുതിയ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരുന്നതും നമ്മൾ കണ്ടു. നമ്മൾ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വേണം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സേവ് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ഒന്നിലധികം ഫയലുകൾ കാണാം. ഇതിങ്ങനെ കൂടി ഒരുപാട് ഫയലുകൾ ആവുമ്പോൾ പ്രൊജക്റ്റ് വളരെയധികം മെസ്സി ആയി തീരും. അഥവാ ഏതൊക്കെ ഫയലുകൾ എന്തിനൊക്കെ ഉള്ളതാണെന്ന് നമ്മൾക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫയൽ ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമേ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പ്രൊജക്റ്റ് ഫോൾഡറിനെ നമുക്ക് പ്രൊജക്റ്റിന്റെ റൂട്ട് ഡയറക്ടറി എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ റൂട്ട് ഡയറക്ടറിയുടെ നെയിമാണ് മൈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന്. ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പോൾ 2 HTML ഫയലുകളും ഒരു ഫോൾഡറും ആണ് കാണാൻ കഴിയുന്നത്. ഈ ഇമേജസ് എന്ന ഫോൾഡർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമേജസ് റിലേറ്റീവ് പാത്ത് ഉപയോഗിച്ച് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് നമ്മളുടെ myimage.jpg എന്ന ഇമേജ് കാണാം. ഒരു കാര്യം ചെയ്യാം, ഞാനിത് പഴയ പോലെയാക്കുന്നു. ഈ ഇമേജ് റൂട്ട് ഡയറക്ടറിയിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. ഇനി ഈ ഫോൾഡർ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായ ഒരു പ്രൊജക്റ്റ് ഫോൾഡറാണ് ഇത്. 2 HTML ഫയലുകളും ഒരു ഇമേജ് ഫയലും മാത്രമാണ് ഇതിലിപ്പോൾ ഉള്ളത്. എന്നാൽ ഇതുപോലെ ഒരു 10ഓ 20ഓ ഇമേജസ് ഇവിടെ വരുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ അതിൽ HTML മാത്രം പോരാ എന്ന കാര്യം കൂടി ഓർക്കുക. പേജ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി സ്റ്റൈൽ ഷീറ്റുകളായ CSS ഫയലുകൾ ഉണ്ടാവും. പേജ് ഇന്ററാക്റ്റീവ് ആക്കി തീർക്കാൻ വേണ്ടി പല ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫയലുകൾ ഈ ഫോൾഡറിൽ തന്നെ വരുമ്പോൾ കൺഫ്യൂഷൻ വരുമെന്നുള്ള കാര്യം തീർച്ചയാണല്ലോ. അതിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഫയൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയി തീരുന്നത്. ഇനി നമുക്ക് ഒരു വെബ് ഡിസൈൻ പ്രൊജക്റ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്ന് നോക്കാം. പൊതുവെ വെബ് ഡിസൈനേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫയൽ ഓർഗനൈസേഷൻ രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് img എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇമേജസ് ഒക്കെ ആ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇമേജസ് ഓർഗനൈസ്ഡ് ആയല്ലോ. അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ CSS ഫയലുകൾ ഒരു വെബ് ഡിസൈൻ പ്രൊജക്റ്റിൽ വന്നേക്കാം. CSS ഫയൽ എന്താണെന്നും എന്തിനാണെന്നും ഒക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. അത് ഓർത്ത് ഇപ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഇത്തരം ഫയലുകൾക്ക് വേണ്ടി നമ്മൾക്ക് CSS എന്ന നെയിമിൽ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ പേജിൽ ആവശ്യം വരുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ സേവ് ചെയ്യാൻ വേണ്ടി JS എന്ന നെയിമിൽ ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ ഫോൾഡർ നെയിമുകൾ ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. എന്നാൽ ഇതിങ്ങനെ കൊടുക്കാൻ ഒരു കാരണമുണ്ട്. നെയിം എത്രമാത്രം സിമ്പിൾ ആവുന്നോ അത്രമാത്രം എളുപ്പമായിരിക്കും HTML കോഡിൻ്റെ അകത്ത് അവയെ റെഫറൻസ് ചെയ്യാൻ. കാരണം പല സ്ഥലങ്ങളിൽ ഈ ഫയലുകളെ ലിങ്ക് ചെയ്യേണ്ടതും ഒക്കെ നിങ്ങൾ തന്നെയാണെന്ന് ഓർക്കുക. നെയിം വലുതാകുമ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള അഡ്രസ്സുകളും വലുതാകും. ഒരു കാര്യം ഓർക്കുക, വെബ് ഡിസൈൻ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഫയൽ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊരു കാരണമുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ ഈ page2.html എന്ന ഫയൽ റീനെയിം ചെയ്ത് പേജ് സ്പേസ് 2.html എന്നാക്കുന്നു. ഇനി നമ്മൾക്ക് ഈ വെബ് പേജ് ബ്രൗസറിൽ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ അഡ്രസ് ബാർ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഫയൽ നെയിമിൽ സ്പേസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് %20 എന്ന് വന്നത് കണ്ടല്ലോ. നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മിക്ക ആളുകളും അഡ്രസ് ബാർ നോക്കിയായിരിക്കും ഏത് പേജാണെന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു %20 എന്നൊക്കെ കാണുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. മാത്രമല്ല ഫയൽ നെയിമിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നിങ്ങൾ ഒരു സെർവറിലൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്കായില്ല എന്നും വരാം. ഇനി അഥവാ നിങ്ങൾക്ക് സ്പേസ് കൊടുത്തേ മതിയാവൂ എന്നാണെങ്കിൽ സ്പേസിന് പകരം ഒരു ഹൈഫൻ ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ ഈ ഫയൽ വീണ്ടും പഴയ നെയിം തന്നെ ആക്കുന്നു, page2.html. അതുകൊണ്ട് ഓൾവേസ് നെയിം ചെയ്യുമ്പോൾ സിമ്പിളായ ഷോർട്ടായ ഫയൽ നെയിം കൊടുക്കുക. കൂടാതെ ഫയൽ നെയിം എപ്പോഴും ഫുൾ ലോവർ കേസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പർ കേസ് ഉപയോഗിച്ചാൽ കുഴപ്പം ഒന്നും ഉണ്ടായിട്ടല്ല. അവിടെയും ഇവിടെയുമായി തോന്നിയതുപോലെ നെയിം ചെയ്താൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഓൾവേസ് ലോവർ കേസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ഈ പ്രൊജക്റ്റിന്റെ റൂട്ട് ഡയറക്ടറിയിലാണല്ലോ. ഏതൊരു ഡയറക്ടറി അഥവാ ഫോൾഡറിന്റെയും ഹോം പേജാണ് അതിനകത്തുള്ള index.html. ഇൻഡെക്സിന്റെ I ലോവർ കേസ് ആണെന്ന് ശ്രദ്ധിക്കുക. ഇത് ക്യാപിറ്റൽ I ഒരിക്കലും കൊടുക്കരുത്.
കാരണം അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തേക്കാം. എന്നാൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് ഇൻഡെക്സിന്റെ ഐ ഓൾവേസ് സ്മോൾ ലെറ്റർ ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിയുടെ ഹോം പേജിനെയാണ് നമ്മൾ എൻറ്റയർ വെബ്സൈറ്റിന്റെ ഹോം പേജായി പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരുപാട് HTML ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാമെങ്കിലും ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ബൈ ഡിഫോൾട്ട് ലോഡ് ചെയ്തു വരിക index.html എന്ന ഫയലാണ്. പൊതുവെ നമ്മൾ ഈ ഹോം പേജിൽ നിന്ന് മറ്റു പേജുകളിലേക്ക് അഥവാ HTML ഫയലുകളിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ ഇവിടെ പേജ് 2 എന്ന HTML ഫയൽ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ index.html എന്ന ഫയലിൽ നിന്ന് പേജ് 2.html ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ഇമേജ് ലോഡായിട്ടില്ല. കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് ഇമേജസ് എന്ന ഫോൾഡർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ IMG എന്ന ഫോൾഡറിനകത്താണ് ഇമേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ IMG SRC നോട്ട് ഫൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ. എന്നാൽ നേരത്തെ നമ്മൾ അവിടെ ഓൾട്ട് ടെക്സ്റ്റ് കൊടുത്തത് കൊണ്ട് ആ ഓൾട്ട് ടെക്സ്റ്റ് അവിടെ കാണിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കോഡിലേക്ക് വരാം. ഇതിൽ ഈ പാത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. image/myimage.jpg എന്നുള്ളത് മാറ്റി img/myimage.jpg എന്നാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പേജ് പ്രോപ്പറായി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫയൽ ഓർഗനൈസേഷൻ ഒന്ന് നോക്കൂ. എല്ലാം ക്ലീനായി ഓർഗനൈസ്ഡായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഒരു ബോണസ് ഇൻഫർമേഷൻ കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ രീതിയിലുള്ള ഒരു ഫയൽ ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഞാൻ ഈ index.html എന്ന പേജ് ലൈവ് സെർവർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിൽ ഇപ്പോൾ നിങ്ങൾ അഡ്രസ് ബാർ ഒന്ന് നോക്കുക. അവിടെ index.html എന്ന ഫയൽ നെയിം കാണുന്നുണ്ടല്ലോ. ഞാൻ ആ അഡ്രസ് ബാറിൽ നിന്ന് index.html റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ അമർത്തുന്നു. ഇപ്പോഴും സെയിം പേജ് തന്നെ ലോഡ് ചെയ്തു വരുന്നുണ്ടല്ലോ, കണ്ടില്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൾഡറിന്റെ ഹോം പേജ് ആണ് index.html എന്നത് തന്നെയാണ്. എന്നാൽ ഞാൻ ഈ പേജിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പേജ് 2.html പോകുന്നു. പക്ഷേ നേരത്തെ ചെയ്തതുപോലെ അവിടെ നമുക്ക് ഫയൽ നെയിം ഒഴിവാക്കിയാൽ സെയിം പേജ് ലോഡ് ആവില്ല. കാരണം അത് ഓൾറെഡി index.html ആണല്ലോ ലോഡ് ആവുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് ബാർ കുറച്ചുകൂടെ പ്രൊഫഷണൽ ലുക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഫയൽ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യാത്ത രീതിയിൽ ഉള്ള ഒരു ഫയൽ ഓർഗനൈസേഷൻ വേണം. അതെങ്ങനെയെന്നല്ലേ? സിമ്പിളാണ്. ഉദാഹരണത്തിന് പേജ് 2.html എന്ന് കാണിക്കുന്നതിന് പകരം എനിക്കവിടെ സെക്കൻഡ് പേജ് എന്ന് കാണിക്കണം എന്ന് വിചാരിക്കുക. സെക്കൻഡ് പേജ് എന്ന നെയിമിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് പേജ് 2.html എന്ന ഫയൽ അതിനകത്തേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് വെച്ച് ആ ഫയൽ റീനെയിം ചെയ്ത് index.html എന്നാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫയൽ ഇപ്പോൾ സെക്കൻഡ് പേജ് എന്ന ഫോൾഡറിന്റെ ഹോം പേജ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ആ ഫോൾഡർ നെയിം മാത്രമേ URL കാണിക്കുകയുള്ളൂ. ചില നേരത്തെ index.html എന്ന് കാണിക്കുമെങ്കിലും ഇത് കുറച്ചുകൂടി URL ക്ലീൻ ആക്കി മാറ്റുന്ന ഒരു ഫയൽ ഓർഗനൈസേഷൻ ടെക്നിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇത് ഫയൽ ഓർഗനൈസേഷൻ വല്ലാതെ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുടക്കമാണെങ്കിൽ ഈ ഓർഗനൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. CSS, JS ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ലെവലായ ശേഷം മാത്രം ഈ മെത്തേഡ് പരീക്ഷിക്കുന്നതാവും നല്ലത്. ഇത് നിർബന്ധമല്ല എന്ന് ഓർക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. HTMLന്റെ അത്യാവശ്യം വേണ്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോകളിൽ പറഞ്ഞു. കൂടുതൽ ടാഗുകളെ പരിചയപ്പെടാൻ ബാക്കിയുണ്ട്. എന്നാൽ CSS ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും ചില ടാഗുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത് എന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ മുതൽ നമ്മൾക്ക് ഈ പേജ് എങ്ങനെ CSS അഥവാ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. ഇനിയുള്ള വീഡിയോകളായിരിക്കും ഇതുവരെയുള്ള വീഡിയോകളെ അപേക്ഷിച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വരാനിരിക്കുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവെക്കുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.